ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല വേവുള്ള ഇറച്ചിയാണ് കേട്ടോ. വെട്ടനം എന്തോണം ഇറച്ചിയല്ല, അത് എല്ലാ സംഭവം മുറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഇതാ ബാക്കി ഫുള്ളായിട്ട് പറയും. കേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിതാ ഇറച്ചി കൈയിട്ടിക്കണേ. അതൊക്കെ വേവുള്ള മറ്റേ കോഴിയില്ലേ, ലഗോൺ കോഴി അല്ല കേട്ടോ, എന്താ വേവുള്ള കോഴിയാണിത്. ഇതിലേക്ക് ഇതാ പച്ചമുളക്, കരിവേപ്പില, ഉള്ളി, തക്കാളിയും മുറിച്ചിട്ടിട്ടുണ്ട്. ബാക്കി മസാലകൾ ഇടട്ടെ. മഞ്ഞൾ, ഉപ്പ്, പെരുംജീരകം, മല്ലിപ്പൊടി, മുളകും പൊടി, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിതങ്ങനെ കുഴക്കുക. എല്ലാം കുഴക്കണം കേട്ടോ. അടിയിലേക്ക് വെച്ചിട്ട് ഇറച്ചിയൊക്കെ ഇട്ട് മാന്തിയിട്ട് നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കുക കേട്ടോ. ഞാൻ ഇച്ചിരി കരിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒറ്റിച്ച് അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വേവട്ടെ. പറഞ്ഞ പോലെ നമ്മളെ ഇറച്ചിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ പണിയായി തോന്നും മക്കളെ വെന്തിട്ട്. എന്നുവെച്ചാൽ ഇതൊന്നും കൂടെ നമുക്കൊന്ന് കത്തിച്ച് റെഡിയാക്കാണ്ട് കേട്ടോ. പത്തിരിയിലേക്കുള്ള കറിയാണിത്. ഒന്നും കൂടെ ഒന്ന് റെഡി ആവട്ടെ. നമ്മളെ ചായ ഇതാ തിളച്ചും കൊണ്ടിരിക്കുന്നു. നല്ലോണം ഇല വെന്തിട്ടുണ്ട്. നമ്മളെ ഇറച്ചിയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വെക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മസാലപ്പൊടി, ഗരം മസാലൻ്റെ പൊടി, ഉപ്പ്, പിന്നെ മൈദപ്പൊടി ലേശം, കുറച്ച് കടലപ്പൊടി കേട്ടോ. ഇതാ മൈദപ്പൊടി, കടലപ്പൊടി, ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊക്കുവട പോലെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിവട അല്ല കേട്ടോ, കൊക്കുവട പോലെ ഒന്ന് പൊരിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഞൗണ്ടി എടുക്കണം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കരിക്കഞ്ഞി വെച്ചാൻ പോവുകയാണ്. ഇതാ വറുത്തച്ച പൊടി എടുത്തുകൊണ്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് ഏലക്കായൻ്റെ പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് തൂമിക്കണമൊന്നുമില്ല, പറഞ്ഞ മാതിരി തന്നെ രസം നല്ല ഒഴിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ. അതിലേക്ക് കുറച്ച് എന്താ പറയുക, ചുടാൻ നേരിട്ടതാണ്. മുന്നേ ആയിട്ട് കുഴച്ച് ചപ്പിളിയൊക്കെ ഇല ചീഞ്ഞ് പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചുടാൻ വേണ്ടി പോവുകയാണ്. അന്നേരം ഇല ഇട്ട് കുഴക്കുകയാണ്. അല്ലാണ്ട് ഇല മുന്നേ കുഴച്ചാൽ കൂടെ ചീഞ്ഞ് പോവും. അത് നമുക്ക് തിരിച്ച് ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് അതിൽ പഞ്ചസാര, ഉപ്പ്, ഏലക്കായൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ശരിയായി വരട്ടെ. ഒന്ന് പറിച്ച് വെന്ത് കുറി വരട്ടെ കേട്ടോ. അത്ര മതി, കൂടുതൽ കുറുങ്ങാനാക്കുന്നില്ല. ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. കൈമലയുടെ തൂറ്റൂട്ട് മക്കളെ, കൈമലേക്ക് തെറിച്ച് പോയി. കൈ പൊഹിന് തിരിച്ചെണ്ണ അതിന് നോക്കിയത്. അപ്പോൾ ഇതിന് കൈ അങ്ങോട്ട് വീണു പോയി കൈമന്ന് താഴോട്ടേക്ക്. അതിൻ്റെ മുകളിലേക്ക് തെറിച്ചോട്ട് ഉപ്പുവട വരെ പൊരിക്കാട്ടോ മക്കളെ. ഇത് ഉപ്പുവടാണ്. നല്ലോണം പൊരിഞ്ഞ് വെന്ത് വരട്ടെ. മക്കളോ വെന്തുകൊണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കൂട്ടണ്ട വെച്ചിട്ടുണ്ടാക്കണ മക്കളെ. ഇതാ കോരാണ് കേട്ടോ, പൊരിച്ചിടുന്നു. വേറെന്താ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖവും സമാനം സന്തോഷവും ആയുസ്സും ആരോഗ്യ ആഫിയത്ത് ദീർഘായുസ്സും എല്ലാ ഐശ്വര്യം വർക്കത്തും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മളെ നോമ്പ് 8ാമത്തതുമായി. അങ്ങനെയൊക്കെയാണ് വിശേഷം. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വേറെന്തൊക്കെയാണ്? എല്ലാവരും ഹലാലായ മുറാദുകളും അല്ലാഹു സഫലമാക്കി തരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ കുഞ്ഞുങ്ങളാവട്ടെ, വീടില്ലാത്തവർക്ക് വീടാവട്ടെ, കടലുള്ളവരെ കടക്ക് അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ. ഇതാ മക്കളെ, നമ്മളെ നോമ്പ് തുറണ്ടത് കാരക്ക, മുന്തിരി, ബത്തക്ക, ഇത് നിങ്ങൾ കണ്ടതാണല്ലോ പൊരിക്കുന്നതൊക്കെ. വട
മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പഴം കേക്ക്, ചെറുപഴം. ഞാനൊക്കെ ഇതാ നോമ്പുറക്കാൻ വേണ്ടി കാത്തുത്തിരിക്കുന്നു. ഇതാ ഇരിക്കാൻ പോകുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.